ഹലോ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉദ്യോഗാർത്ഥികളെ, ടീച്ചേഴ്സ് PCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് ഒരു മാസം മുന്നേ ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അന്ന് ഒരുപാട് പേര് സംശയങ്ങൾ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള PSC പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഇതിനകം തന്നെ പലരും അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതായത് തമ്പനയിൽ പറയുന്ന ഒരു പണി തന്നെയാണ് ടീച്ചേഴ്സിനൊക്കെ ആയിട്ടുള്ള ഒരു പണി തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. ഓക്കെ, ആദ്യമായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് പോവുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, കമന്റ് സെക്ഷൻ ഓഫ് ആണ്. കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് 11-ാം തീയതിക്ക് ശേഷമേ ഓൺ ആകത്തുള്ളൂ. KB NVയുടെ ഒക്കെ എക്സാം നടക്കുന്നതുകൊണ്ടും ക്ലാസ് നടക്കുന്നതുകൊണ്ടും ഓഫ് ആക്കിയിട്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, അപ്പൊ കേറ്ററ്റ് ഇഷ്യൂസ്, അതായത് ഇത് കേരള PSC നമ്മുടെ കഴിഞ്ഞ മാസം വന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തില് PSC ഉദ്യോഗാർത്ഥി, അതായത് ദിവ്യാംഗങ്ങൾ, ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് നടത്തിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഒളിഞ്ഞ് മറഞ്ഞിരിക്കുന്ന ഒരു ചതിക്കുഴി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളിതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. മുൻ കാരണങ്ങൾ എന്തൊക്കെയാണ്, കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് വിധിന്യായത്തിൽ പറയുന്നത്, ഓരോ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് വിശദീകരിച്ച് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ കിടക്കുന്നുണ്ട്, അത് കയറി കാണാവുന്നതാണ്. അതിന്റെ ഒരു സാംക്ഷിക രൂപം തന്നെയാണ് ഈ പറയുന്നത്. അതായത് സീറ്റെട്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. പരീക്ഷ ഫെബ്രുവരി 8-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ക്ലാസ്സുകളിൽ. ക്ലാസ്സും ജസ്റ്റ് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. ഓക്കെ, കേറ്ററ്റിന്റെയും ഡേറ്റ് 7-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. 7/1/2026 വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കേറ്ററ്റ് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഓടിപ്പോയി അപ്ലൈ ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടൊരു പണിയാണിത്. അതായത് ദിവ്യാംഗനെ വിളിച്ചപ്പോഴത്തേക്ക് ഭിന്നശേഷി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് താഴെ പറയുന്ന സ്പഷ്ടീകരണം പുറപ്പെടുവിക്കുന്നു. അതായത് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവില് അതാത് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് കേറ്ററ്റ്, സീറ്ററ്റ് എന്ന് തരംതിരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ലാഘവത്തോടു കൂടി തന്നെ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. 2027 സെപ്റ്റംബറിന് മുമ്പ് നിലവിലുള്ള കേറ്ററ്റ് ഇല്ലാതെ ഇതുവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ്, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും തന്നെ കേറ്ററ്റ് നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരെ സർവീസിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. ഇതിനെതിരെ ഒരു റിവ്യൂ ഹർജിയുമായിട്ടൊക്കെ നമ്മുടെ കേരള ഗവൺമെന്റ് പോയിട്ടുണ്ട്. അതെന്ത് നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കാരണം പുതിയ NEP-യുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് NEP PM ശ്രീയില് കേരളവും പങ്കാളിയാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ വാർത്തകളിലൂടെ മറ്റും അറിഞ്ഞിട്ടുണ്ടാകും. അതിന്റെ വിശദീകരണം ഞാൻ ഇവിടെ നൽകുന്നില്ല, വീഡിയോ നീണ്ടുപോകും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ നിലവിൽ തുടർന്ന് വരുന്നത് പോലെ LPST നിയമനങ്ങൾക്ക് കേറ്ററ്റ് 1 അഥവാ കേറ്ററ്റ് 2 നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മുൻകാലഘട്ടങ്ങളിൽ LP എഴുതുന്നതിന് കേറ്ററ്റ് 1-ഓ കേറ്ററ്റ് 2-ഓ ഇല്ലാത്തവർക്കും എഴുതാമായിരുന്നു. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, നെറ്റോ സെറ്റോ ഒക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ MEdോ MPhilോ ഒക്കെ ഉള്ളവർക്ക് ഇത് എഴുതാമായിരുന്നു. ഇപ്പൊ അത് പറ്റത്തില്ലേ? നിങ്ങൾക്ക് LPST അപ്ലൈ ചെയ്യണമെങ്കിൽ, LP ടീച്ചർ ആകണമെങ്കിൽ തീർച്ചയായിട്ടും കേറ്ററ്റ് 1 പാസ്സായിരിക്കണം. ഒരു ഉയർന്ന ക്വാളിഫിക്കേഷനും ബാധകമല്ല എന്ന് കേരള PSC തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തത് UPST അപ്പർ പ്രൈമറി സ്കൂളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് കേറ്ററ്റ് 2 നേടിയേ മതിയാകൂ. നിങ്ങൾ കേറ്ററ്റ് 3 ഉണ്ടെങ്കിൽ, MEd ഉണ്ടെങ്കിൽ, MPhil ഉണ്ടെങ്കിൽ, നെറ്റ് ഉണ്ടെങ്കിൽ, സെറ്റ് ഉണ്ടെങ്കിൽ, PG ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പോയി. കുറച്ച് നാൾ മുമ്പേ പോയി. നമ്മുടെ കേരളം ഒന്നും മിണ്ടിയിട്ടില്ല. ബട്ട് ഇപ്പോൾ കറക്റ്റ് കേരള ഗവൺമെന്റ് ആ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആ നിയമം. ഓക്കെ, ഇനി HST
HST ഹൈസ്കൂൾ ടീച്ചർ എഴുതണമെങ്കിൽ കേറ്ററ്റ് 3 തന്നെ വേണം. അതാത് വിഷയങ്ങളിൽ കേറ്ററ്റ് 3 തന്നെ വേണം. ലാംഗ്വേജ് ടീച്ചർ, അതായത് LP UPയിലെ ലാംഗ്വേജ് ടീച്ചർ, സ്പെഷ്യൽ ടീച്ചർ, ഇതൊക്കെ അതായത് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ്, ഉറുദു, അറബിക്ക്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടീച്ചേഴ്സ്, അതിന്റെയൊക്കെ ക്വാളിഫിക്കേഷന് കേറ്ററ്റ് 4 നേടിയേ മതിയാവൂ, അല്ലാതെ പറ്റത്തില്ല. പിന്നെ അടുത്ത ലാസ്റ്റ് നമ്മളെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ ഒരു സാധനം തന്നിട്ടുണ്ട്. മേൽനിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന പുനഃപരിശോധനാ ഹർജിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്കും വിധേയമായിരിക്കും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. നിലവിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ഹർജിയുമായിട്ട് പോകാനേ നിവൃത്തിയുള്ളൂ. ഏത് ഗവൺമെന്റ് ആയാലും PMC അംഗീകരിച്ചിരിക്കുന്നവരാർക്കും പോകാനും പറ്റത്തില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും കേട്ടിട്ട് ഇല്ലാത്തവര് ഇതാ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ കേട്ടിട്ട് വിളിച്ചിട്ടുണ്ട്. 30-ാം തീയതി വരെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ആ 30-ാം തീയതി എന്നുള്ള ലാസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ട് 7/1/2026 വരെ ലാസ്റ്റ് ഡേറ്റ് കേട്ടിട്ട് നീട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേട്ടിട്ട് ഇല്ലാത്തവരൊക്കെ പോയി അപ്ലൈ ചെയ്യുക. മിക്കവാറും ഇനി ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത് അടുത്ത വരാൻ പോകുന്ന LP UPക്ക് മുന്നോടിയായിട്ട് 1 or 2 ഒന്നല്ലെങ്കിൽ 2 കാണുകയുള്ളൂ. രണ്ടാമത്തെ കേസ് കേട്ടിട്ടില്ലാതെ നിലവില് ഹൈസ്കൂളിലും LP ടീച്ചറായിട്ടും UP ടീച്ചറായിട്ടും എയ്ഡഡ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന അധ്യാപകരും തീർച്ചയായിട്ടും ഇത് കാണുന്നത് നല്ലതാണ്, കേൾക്കുന്നത് നല്ലതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കേറ്ററ്റ് പൂർത്തീകരിക്കുക, കേറ്ററ്റ് എഴുതിയെടുക്കുക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ആ കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങളോട് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്. എല്ലാ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനോടും പറയാനുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക്, അതായത് ഇപ്പൊ സർവീസിലിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും സ്പെഷ്യൽ ആയിട്ടുള്ള കേറ്ററ്റും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, രണ്ടും എഴുതാനും പറ്റും. എത്രയും പെട്ടെന്ന് നേടുക. പറഞ്ഞിട്ടുണ്ട് 2 വർഷത്തിൽ കൂടുതൽ റിട്ടയർമെന്റ് ഇല്ലാത്തവരെല്ലാവരും തന്നെ നേടണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രമേ HM ആയിട്ടൊക്കെ പ്രൊമോഷൻ കൊടുക്കാവൂ എന്നും ഉത്തരവിലുണ്ട്, സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ട്. ഇനി ഇതൊക്കെ റിവ്യൂ ഹർജി പോയിട്ട് എന്ന് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അത് നടപ്പാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിൽ കൂടുതലായിട്ട് ചൂടിനൊന്നും പറയുന്നില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി എന്ത് ചെയ്യുക, കേട്ടിട്ട് അപ്ലൈ ചെയ്യുക, പഠിക്കുക, അത് എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക. വളരെ സിമ്പിൾ ആണ്. കേറ്ററ്റ് 3 മാത്രമാണ് കുറച്ച് സബ്ജക്ട് ഏരിയയും കൂടി പഠിക്കേണ്ടത്. കേറ്ററ്റ് 2, 1 എന്ന് ഒന്നുമില്ല. വളരെ കോമൺ സെൻസ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ സീറ്ററ്റ് ഉള്ളവർക്ക് കേറ്ററ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീറ്ററ്റ് 1 നമ്മുടെ കേരളത്തിലെ കേറ്ററ്റ് 1 തുല്യമാണ്. കേറ്ററ്റ് 1 തുല്യമാണ്. സീറ്ററ്റ് 2 എന്ന് പറയുന്നത് കേരളത്തിലെ കേറ്ററ്റ് 2 തുല്യമാണ്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. അതായത് കേറ്ററ്റ് 2 ഉള്ളവർക്ക് സീറ്ററ്റ് 2 വേണ്ടെന്നല്ല, സീറ്ററ്റ് 2 ഉള്ളവർക്ക് കേറ്ററ്റ് 2 എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ സീറ്ററ്റ് 1 ഉള്ളവർക്ക് കേറ്ററ്റ് 1 എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാത് ഏരിയയിലുള്ള സീറ്ററ്റ് ഉള്ളവർക്ക് മാത്രമേ ഇനി മുതൽ LPയും UPയും ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ MEd, MPhil, PhD, നെറ്റ്, സെറ്റ്, സ്ലെറ്റ് ഇതൊക്കെ നേടിയിരിക്കുന്നവര്, കേറ്ററ്റ് ഇല്ലാത്തവർക്ക് ഇനി മുതൽ നിങ്ങൾക്ക് HSAയോ അതുപോലെ തന്നെ LPയോ UPയോ ഒന്നും എഴുതാൻ പറ്റത്തില്ല വരുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും അത് എഴുതിയെടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ അതിന്റെ ക്ലാസിന്റെ കാര്യങ്ങളെ വിളിച്ച് ചോദിക്കാൻ, അന്വേഷിക്കുവാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാൻ താല്പര്യമുള്ളവർക്ക് 7736 75 0473 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ക്ലാസ്സുകൾ നമ്മൾ പ്രീ റെക്കോർഡായിട്ടും റെക്കോർഡായിട്ടും വെബ് വഴിയുള്ള ലൈവ്, ഗൂഗിൾ മീറ്റ് ലൈവ് വഴി, പിന്നെ ഫുൾ നോട്ട്സ്, PDF നോട്ട്സ്, പ്രാക്ടീസ് സെഷൻസ്, മോക്ക് ടെസ്റ്റ് എല്ലാം നൽകുന്നുണ്ട്. അപ്പം ഇത് കോച്ചിങ് മൂലമേ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ എന്നുള്ളതില്ല. സ്വന്തമായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാലും കേറ്ററ്റ് 1ഉം 2ഉം 3 കുറച്ച് പഠിക്കേണ്ടതാണ്. കേറ്ററ്റ് 1ഉം 2ഉം ഒക്കെ നേടാവുന്നതാണ് സിമ്പിൾ ആയിട്ട്. ഇനി ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് അവരെ സബ്ജക്റ്റിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുള്ളത് കൊണ്ട് ഒരു കോച്ചിങ് ഒക്കെ എടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമി എന്ന് പറയുന്നത്. നിങ്ങൾ അധികം താമസിക്കരുത് സർവീസ് ടീച്ചേഴ്സ്.
എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അവസരം മുതലാക്കുക, എഴുതിയെടുക്കുക, പ്രൊമോഷൻ നേടുക, അല്ലെങ്കിൽ നിങ്ങളെ എക്സിറ്റ് ആക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അത് മാത്രമാണ്. നിലവിൽ വളരെ കണിശമായിട്ട് തന്നെ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ അത് കേരള ഗവൺമെന്റും അംഗീകരിച്ചു എന്നുള്ളതിനൊരു തെളിവാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്പഷ്ടീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കേട്ടോ. ദയവായിട്ട് എല്ലാ ടീച്ചേഴ്സിലേക്കും, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും, ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്കും, കൂട്ടുകാരിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്ത് വിട്ടാലും മതി. ഷെയർ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബ് തന്നെ അത് റെക്കമെൻഡ് ചെയ്ത് വിട്ടോളും. ഓക്കെ, പിന്നെ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇത്തരത്തിലുള്ള തന്നെ ഒത്തിരി വേക്കൻസീസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ദാദ്ര നഗർ ഹവേലിയുടെ 1-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. 281 പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. LPSTയും UPSTയും. അതിൽ സീറ്റ് നിർബന്ധമില്ല, ടെറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത്. SC/ST OBC ജനറൽ EWS എന്ന കാറ്റഗറി തിരിച്ചാണ് അതിന് വിളിച്ചിരിക്കുന്നത്. അത് അപ്ലൈ ചെയ്യാൻ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ അതർ സ്റ്റേറ്റ്സ് മഹാരാഷ്ട്ര വിളിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ AES അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂള് വിളിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ സർവശിക്ഷ അഭിയാൻ, സമഗ്ര ശിക്ഷ അഭിയാൻ വിളിക്കാൻ പോകുന്നുണ്ട്. DSSPയുടെ PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഒത്തിരി വേക്കൻസികൾ ഇതിന്റെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ദയവായിട്ട് സീറ്റിന് അപ്ലൈ ചെയ്തവര് സീറ്റ് നന്നായിട്ട് പഠിക്കുക. കേറ്റിന് അപ്ലൈ ചെയ്തവരും പഠിച്ചു തുടങ്ങുക. അപ്ലൈ ചെയ്യാത്തവര് 7-ാം തീയതിക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവര്, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിലവിൽ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നതിനും ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പൊതു മത്സര ആശംസകൾ നേർന്നുകൊണ്ട് 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിജയപ്രധാനമായിട്ടുള്ള വിജയവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.